ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. ക്ലാസ് ഫീഡ്ബാക്ക്, ഒരു ഫീഡ്ബാക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത് അതനുസരിച്ചൊരു ഫീഡ്ബാക്ക് നൽകുക. അത് നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകൾക്ക് പ്രചോദനമാണ്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ് ബേസ് ചെയ്തുകൊണ്ട് ന്യൂ സിലബസിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും വേണമെന്ന് പറഞ്ഞിട്ട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് സമ്പദ് വ്യവസ്ഥകൾ, വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചാണ്. ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3ആയി തരംതിരിക്കാം. അപ്പം നമ്മൾ ഉൽപാദക ഘടകങ്ങൾ പറഞ്ഞു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇതൊക്കെയാണ് നമ്മുടെ ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമ്പദ് വ്യവസ്ഥയെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം നമ്മൾ പറഞ്ഞു സമ്പദ് വ്യവസ്ഥയെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിവ. ഇനി ഇവ ഓരോന്നിനെയും കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇവിടെ ഉൽപാദക ഘടകങ്ങൾ ഒന്നുകിൽ ഭൂമി, അതല്ലെന്നുണ്ടെങ്കിൽ മൂലധനം, സംഘാടനം, അതുപോലെ തൊഴിൽ, ഇതൊക്കെ എന്താണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം, അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ്? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം എന്താണ്? പരമാവധി ലാഭം നേടിയെടുക്കുക. അടുത്തെന്താണ്? ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ്. അപ്പോൾ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ കുറച്ച്, അതായത് എന്തെങ്കിലും ടാക്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഗവൺമെൻറ് ഇടപെടൽ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ്. ഇനി നോക്കാം. അടുത്ത പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാം, അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് എവിടെയാണ്? അതൊരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ്. ഇനി ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഉപഭോക്താവിൻ്റെ പരമാധികാരം. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിപണിയിൽ ചെന്ന് അയാൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം ഇവിടെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കും. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം നിലനിൽക്കുന്നു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ, ഇപ്പോൾ അമേരിക്ക, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും.
അടുത്ത രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്താണെന്ന് നോക്കാം. എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശം, അതിൻ്റെ നിയന്ത്രണം, ഇതൊക്കെ എവിടെയാ? ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കും. അതിനെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതായത് ഒരു ഭരണ കേന്ദ്രം ഉണ്ടായിരിക്കും, ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ഉണ്ടായിരിക്കും ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. അവരാണ് എന്ത് ചെയ്യുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇനി എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകതകൾ: ഒന്നാമത്തേത്, ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അവിടെ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം എവിടെയാണ്? അത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ്? സാമൂഹിക ക്ഷേമം. അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം. അപ്പോൾ വിപണിയുടെ മേൽ ഗവൺമെൻറ്റിന് എന്തുണ്ടായിരിക്കും? നിയന്ത്രണമുണ്ടായിരിക്കും. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. വിപണിയുടെ മേൽ ആർക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും? ഗവൺമെൻറ്റിന് നിയന്ത്രണമുണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ വിഭവങ്ങളുടെയും ലഭ്യതയെയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി എന്ത് ചെയ്യുന്നു? കേന്ദ്ര ആസൂത്രണ സമിതി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കേന്ദ്ര ആസൂത്രണ സമിതിയാണ് ഈ വിഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുപോലെ വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. ഇനി വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. അപ്പോൾ വരുമാനത്തിലും സമ്പത്തിലും അസമത്വം കുറയ്ക്കുന്നു. എവിടെയാണ്? നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നു. അപ്പം ഇപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ആരുടെ പങ്കാളിത്തം കൂടി ഉണ്ട്? സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തം കൂടി ഉണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമിയെക്കുറിച്ചാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് സോഷ്യലിസവും അതുപോലെ തന്നെ മുതലാളിത്തവും തമ്മിൽ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം. അപ്പോൾ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ചേർന്ന് ആണ് എവിടെ പ്രവർത്തനം നടക്കുന്നത്? മിക്സഡ് സമ്പദ് വ്യവസ്ഥയിൽ അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത്. അതായത് സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വമുണ്ട്. ലാഭേച്ഛയും സാമൂഹ്യക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ്? ലാഭേച്ഛയുമുണ്ട്, സാമൂഹ്യക്ഷേമവുമുണ്ട്. ഇത് രണ്ടും പ്രധാന ലക്ഷ്യങ്ങളാണ്. കാരണം ഇവിടെ ഇതിൻ്റെ സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വമുണ്ട്. സോഷ്യലിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും എന്തുണ്ട്? ആ ഒരു രണ്ടും കൂടി മിക്സഡാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ലാഭേച്ഛയുണ്ട്, അതുപോലെ സാമൂഹ്യക്ഷേമവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം. അപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണ്, മുതലാളിത്തമല്ല മിശ്ര സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം. ഇപ്പോൾ ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം എവിടെ ഉണ്ടായിരിക്കും? ഈ പറഞ്ഞ മിശ്ര സമ്പദ് വ്യവസ്ഥയിലുണ്ട്.
ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം. അപ്പോൾ ചില മേഖലകളിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ സാധനങ്ങൾക്ക് വൻ വില കുതിച്ചു ഉയർന്നു കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇടപെട്ട് അത് നിയന്ത്രിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞ ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം. അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വില കൂടിയാൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് സപ്ലൈകോ വഴിയും അതുപോലെ മറ്റ് മാവേലി സ്റ്റോർ അങ്ങനെയൊക്കെയുള്ള സബ്സിഡി സെൻറ്ററുകൾ വഴി ഗവൺമെൻറ് എന്ത് ചെയ്യും? അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിൽപ്പന നടത്തും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ പ്രത്യേകതകൾ? നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 1947 ശേഷം ഇന്ത്യ സ്വീകരിച്ചത് ഏത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ആഗോള സമ്പദ് വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്താണ്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കണോമി എന്ന് പറഞ്ഞാൽ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ്, നമുക്കുള്ള സ്കില്ലുകൾ, കഴിവുകൾ, ഇത് ഒക്കെ എന്ത് ചെയ്യുന്നു? വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു സമ്പത്ത് വ്യവസ്ഥ, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചില പ്രത്യേക മേഖലകളിൽ നമുക്ക് നല്ല കഴിവുണ്ട്, നമുക്ക് നല്ല അറിവുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മേഖല തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. അപ്പോൾ ഈ ഒരു ഏതിൻ്റെയൊക്കെയാണ്? നമ്മുടെ ഈ അറിവ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ അറിവെന്ന് പറയുന്ന ഒരു പ്രധാന വിഭാഗമാണ്. ഈ അറിവിൻ്റെ സൃഷ്ടിയും വ്യാപനവും അതിൻ്റെ പ്രയോഗവും ഒക്കെ സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ നന്നായിട്ട് പരിജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് ആ കമ്പ്യൂട്ടർ മേഖലയിൽ ഒരുപാട് അറിവ് നൽകാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അതുവഴി കൈവരിക്കാൻ സാധിക്കും. അയാളുടെ കഴിവുകൾ അവിടെ വികസിപ്പിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഇനി നമ്മൾ പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെല്ലാം പഠന വിധേയമാക്കുന്ന, അല്ലെങ്കിൽ എന്നിവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠനശാഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റ്, അതുപോലെ ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും ഏതിൽ ഉൾപ്പെടുന്നു? സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. ആദ്യകാലത്ത് സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇതിന് പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആദം സ്മിത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ചോദ്യം കിട്ടി. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്.
ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടത് എന്ത് പേരിലാണ്? സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന പേരിലാണ്. അവിടെയും ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇനി എന്താണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രധാന വക്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആര് പറയാം? അതും ആദം സ്മിത്ത് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി കരുതപ്പെടുന്നത്. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ മറ്റൊരു സാമ്പത്തിക വിദഗ്ധനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സാമ്പത്തിക ശാസ്ത്രത്തെ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി രൂപപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണ്? ഈ ആൽഫ്രഡ് മാർഷലാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ വിഭാവനം ചെയ്തത് ആര് എന്ന് ചോദിക്കാം. അതാരാണ്? ലയണൽ റോബിൻസ് ആണ്. അപ്പം ലയണൽ റോബിൻസ് പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാ? ലയണൽ റോബിൻസ്. അപ്പം നമ്മുടെ ഈ 3 വ്യക്തികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ആൾക്കാർ എന്താ ഇവിടെ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആദം സ്മിത്ത്, അതുപോലെ ക്ഷേമത്തെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ക്ഷേമത്തെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ ആൽഫ്രഡ് മാർഷൽ, പിന്നെന്താണ് പരിമിതമായ വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ, മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും പരിമിതമായ വിഭവങ്ങളെയും കുറിച്ച് പറഞ്ഞ ലയണൽ റോബിൻസ്. അപ്പോൾ ഇവർ 3 പേരും അടങ്ങുന്നൊരു ചിത്രമാണ് ഇവിടെ തന്നത്. ഇനി നമ്മൾ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിൻ്റെ പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെൻറ്റ്, വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇവിടെയും ഒരു 1-2 ചോദ്യത്തിന് വകയായി എന്താണ്? ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച സിദ്ധാന്തം അഥവാ പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെൻറ്റ് കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് റിക്കാർഡോ. അപ്പോൾ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? ഈ ഡേവിഡ് റിക്കാർഡോ. അപ്പോൾ ഡേവിഡ് റിക്കാർഡോ ആരാ? ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നും ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതുപോലെ ചോദിക്കും. അപ്പോൾ ആരാ ഇങ്ങനെ പറഞ്ഞത്? ഡേവിഡ് റിക്കാർഡോയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് എന്ത്? പാട്ട സിദ്ധാന്തം. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഡേവിഡ് റിക്കാർഡോയുടെ സിദ്ധാന്തം ഏത്? അതാണ് പാട്ട സിദ്ധാന്തം. ഇനി അടുത്ത ആളാരാ? ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ കൊണ്ടുവന്നത്, ആവിഷ്കരിച്ചത്. അപ്പോൾ ആരാ? നമ്മുടെ ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാക്സ് എന്ത് ചെയ്തു? മിച്ചമൂല്യ സിദ്ധാന്തം എന്ന പേരിൽ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. അതിലെന്താ പറയുന്നത്? മാക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. അപ്പോൾ മാക്സ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? നമ്മുടെ കാൾ മാക്സ് ആണ്. അപ്പോൾ മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാ? അത് കാൾ മാക്സ് ആണ്. കാൾ മാക്സ് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് ഓർക്കുക. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, തത്വചിന്തകനായിരുന്നു. ആര്? നമ്മുടെ കാൾ മാക്സ്. ഇനി അദ്ദേഹം പറഞ്ഞ എന്താണ്? ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? കാൾ മാക്സ് ആണ്. എന്നാൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകിയ അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? നമ്മുടെ കാൾ മാക്സ് പറഞ്ഞത്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്
JM കെയ്ൻസ്. അപ്പോൾ JM കെയ്ൻസിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? JM കെയ്ൻസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം, എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാമെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? നമ്മുടെ JM കെയ്ൻസ് ആണ്. അടുത്ത ചെക്ക് റിപ്പബ്ലിക് വംശജനായ JA ഷുംപീറ്റർ. അപ്പോൾ ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അഥവാ സൃഷ്ടിപരമായ നശീകരണം എന്ന ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? നമ്മുടെ ചെക്ക് റിപ്പബ്ലിക് വംശജനായ JA ഷുംപീറ്റർ. അപ്പോൾ സൃഷ്ടിപരമായ നശീകരണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷുംപീറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്ന് ആണ് ആരഭിപ്രായപ്പെട്ടത്? ഷുംപീറ്റർ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എന്താണ്? പുത്തൻ അവസരം, അതായത് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഷുംപീറ്ററാണ്. എന്നാൽ ഈ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നുകൂടി അഭിപ്രായപ്പെട്ടു ആര്? ഈ JM ഷുംപീറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഓർത്തു വയ്ക്കുക. സൃഷ്ടിപരമായ നശീകരണം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? നമ്മുടെ ചെക്ക് റിപ്പബ്ലിക് വംശജനാണ്. ആര്? JA ഷുംപീറ്റർ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ വ്യവസായങ്ങളുടെ ആവിർഭാവം, ടേപ്പ് റെക്കോർഡർ, വീഡിയോ പ്ലെയർ, ഫിലിം ക്യാമറ എന്നീ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പം നമ്മൾ ഇപ്പോൾ ഈ അവസാനം നമ്മൾ പറഞ്ഞു അല്ലേ, ആരുടെ ആശയമാണ് ഇത്, ആരുടെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എന്താണ്? സൃഷ്ടിപരമായ നശീകരണം, അതായത് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ടേപ്പ് റെക്കോർഡറും അതായത് പുതിയ നമ്മുടെ മൊബൈൽ ഫോണും മറ്റ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡർ, റേഡിയോ ഇതൊക്കെ എന്ത് ചെയ്തു? വഴിമാറിക്കൊടുത്തു. അപ്പോൾ നമുക്ക് പറയാം, ഇത് ആരാ കൊണ്ടുവന്നത്? ഈ ഒരു ആശയം, സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? JA ഷുംപീറ്ററാണ്. അപ്പോൾ അവിടെ നമുക്ക് ആരെ ഫില്ല് ചെയ്യാം? ഷുംപീറ്ററെ ഫില്ല് ചെയ്യാം. ഷുംപീറ്റർ. ഇനി അടുത്ത് പറഞ്ഞെന്തോ? സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? JM കെയ്ൻസ് ആണ് അങ്ങനെ പറഞ്ഞത്. ഇതാ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. JM കെയ്ൻസ് എന്താ പറഞ്ഞത്? സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ്. അപ്പോൾ അവിടുത്തെ ഇത് നമുക്ക് കിട്ടി. അടുത്ത് നമ്മൾ പറയുന്നത് എന്താ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കാനും ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ആരാ ഇത് പറഞ്ഞത്? ഡേവിഡ് റിക്കാർഡോയാണ് ഇത് പറഞ്ഞത്. ഡേവിഡ് റിക്കാർഡോ. അപ്പോൾ റിക്കാർഡോയുടെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എന്താണ്? ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ എന്താ പറഞ്ഞത്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച സിദ്ധാന്തം. ഏതാ? പാട്ട സിദ്ധാന്തം.
ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കാതെ ഇത് ഭൂരിഭാഗവും ആര് കൈക്കലാക്കുന്നു എന്ന് കൂടി പറഞ്ഞു? മുതലാളി കൈക്കലാക്കുന്നു എന്ന് കൂടി പറഞ്ഞു. ആരാ ഇത് പറഞ്ഞത്? നമ്മുടെ കാൾ മാർക്സ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും എന്ത് ചെയ്തിട്ടുണ്ട്? മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമായ ദാദാഭായി നവറോജി. അപ്പം നമുക്കറിയാം ചോർച്ച സിദ്ധാന്തം കൊണ്ടുവന്നതാരാ? ദാദാഭായി നവറോജി. ഇദ്ദേഹം വളരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ആരാ? ദാദാഭായി നവറോജി. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന ഇന്ത്യയിലെ ചാണക്യൻ, അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാ? ചാണക്യൻ. അദ്ദേഹമൊക്കെ ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അദ്ദേഹത്തിന് 2 സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 2 കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്ന് ഏതാണ്? ഹിന്ദ് സ്വരാജ്. മറ്റത് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇത് 2 ആരുടെ കൃതികളാണ്? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എഴുതിയ കൃതികളാണ്, സാമ്പത്തിക ആദർശവുമായി ബന്ധപ്പെട്ടത്. ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ നമുക്ക് പഠിക്കാം. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അപ്പോൾ ഗാന്ധിജി വിഭാവനം ചെയ്ത സമ്പദ് വ്യവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സാമ്പത്തിക ചിന്ത എന്തായിരുന്നു? പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഗ്രാമങ്ങളിൽ എന്ത് ചെയ്യണം? ഗ്രാമങ്ങളിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കണം. ഇങ്ങനെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്താനായിട്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. അപ്പോൾ സാമൂഹിക നീതി എന്ന ആശയം ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യണം? സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണമെന്നും ആര് അഭിപ്രായപ്പെട്ടു? ഇതൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ. അപ്പോൾ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ആരാ? അമർത്യ കുമാർ സെൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് 1998 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ചോദിച്ചാൽ 1998. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നോബൽ സമ്മാനം ലഭിച്ചത്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് എന്ത് കിട്ടിയത്? ഈ 1998 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അമർത്യ കുമാർ സെന്നിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക പുരോഗതി കൈവരിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒന്നാമത് വിദ്യാഭ്യാസം, രണ്ടാമത്തത് ആരോഗ്യ സംരക്ഷണം, മൂന്നാമത്തേത് എന്താണ്? സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്ന് ആരഭിപ്രായപ്പെട്ടു? അമർത്യ കുമാർ സെന്ന് അഭിപ്രായപ്പെട്ടു. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. അപ്പോൾ രാജ്യ പുരോഗതി വേണമെങ്കിൽ എന്തൊക്കെ വേണം? ലിംഗ സമത്വം വേണം, അതുപോലെ സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. അപ്പോൾ സാമ്പത്തിക വികസനം എങ്ങനെയായിരിക്കണം? മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം എന്ത് ചെയ്യേണ്ടത്? സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. അപ്പോൾ 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ആരാണ്? അഭിജിത്ത് വിനായക് ബാനർജി. അഭിജിത്ത് വിനായക് ബാനർജി. എന്തിനാ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്? ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തു. 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് നമ്മുടെ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ആരാ? അഭിജിത്ത് വിനായക് ബാനർജി. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത്. അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രമർ എന്നിവർക്കൊപ്പമാണ് ആർക്ക് കിട്ടിയത്? അഭിജിത്ത് വിനായക് ബാനർജിക്ക് 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇന്ത്യയിലെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പേരുകളും അവരുടെ ചിന്തകളും ചുവടെ നൽകിയിരിക്കുന്നു. വിട്ടുപോയത് കണ്ടെത്താൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സാമ്പത്തിക മരമാണ് തന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് അമർത്യ കുമാർ സെന്നിനെ എടുക്കാം. അമർത്യ കുമാർ സെൻ എന്തിനാണ് പ്രാധാന്യം നൽകി? അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അല്ലേ? അമർത്യ കുമാർ സെൻ ചോദിച്ചാൽ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അമർത്യ കുമാർ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആരെയാ? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നീ ആശയങ്ങൾ എടുത്തു പറഞ്ഞത് ആരാണ്? വേറെ ആരുമല്ല പറഞ്ഞത്. ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നീ ആശയങ്ങൾ എടുത്തു പറഞ്ഞത്. ഇനി ദാദാഭായ് നവറോജി എന്തായിരുന്നു? ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇനി ചാണക്യൻ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം. അപ്പോൾ ഇന്ത്യയിൽ കാര്യക്ഷമമായ നികുതി സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? ചാണക്യനാണ്. അതിന് ഒരാളും കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറഞ്ഞ വ്യക്തി ആര്? അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറഞ്ഞ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അഭിജിത്ത് വിനായക് ബാനർജി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. അഭിജിത്ത് വിനായക് ബാനർജി. 2019 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. അതൊക്കെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ഭാഗം. ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമാകുന്നു. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു. നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവമായും കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ കടമ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു എക്കണോമിക്സ് ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സമീപ പ്രദേശത്തെ ഏതെങ്കിലും ഒരു ഉൽപാദക യൂണിറ്റോ കൃഷിയിടമോ സന്ദർശിച്ച് വിവിധ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്ന് കണ്ടെത്തുന്നതിന് വിവരശേഖരണം നടത്താൻ ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. രണ്ടാമത്തത് തൊഴിൽ തീവ്ര സാങ്കേതികത, മൂലധന തീവ്ര സാങ്കേതിക എന്നീ സാങ്കേതിക രീതികളുടെ പ്രത്യേകതകളെ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിക്കുക. താഴെ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും
ഭൂരിഭാഗം ഉൽപാദന ഉപാധികളുടെയും ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. കുറച്ച് രാജ്യങ്ങളുടെ പേര് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഭൂരിഭാഗം ഉൽപാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങൾ ഏതെല്ലാമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യ, USA, ചൈന, കാനഡ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ക്യൂബ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക. അപ്പോൾ ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തുക. ഇവിടെ പൂർണ്ണമായും നമ്മുടെ ഉൽപാദന ഉപാധികളുടെയും, അതായത് ഭൂരിഭാഗം, പൂർണ്ണമായും അല്ല, ഭൂരിഭാഗം ഉൽപാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ചൈന, അതുപോലെ ക്യൂബ, ഇതൊക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ സോഷ്യലിസം പിന്തുടരുന്ന രാജ്യങ്ങളാണ്. പിന്നെ ഈ വരുന്ന മറ്റ് രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യയും ഏറെക്കുറെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളിലും എന്തുണ്ട്, ഇപ്പോൾ സോഷ്യലിസം നിലവിലുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഭൂരിഭാഗം ഉൽപാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചൈന പറയാൻ പറ്റും, അതുപോലെ ക്യൂബ, വിയറ്റ്നാം, ഉത്തര കൊറിയ, ഇതൊക്കെ പറയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ട്, മുതലാളിത്തമുണ്ട്, സോഷ്യലിസമുണ്ട്, അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥയുമുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.